താങ്കളുടെ പല വിധത്തിലുള്ള പ്രസംഗവേദികളിൽ ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് ഈ അബ്ദുറഹ്മാൻ സാഹിബ് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങളുമായി ചേർന്ന് നിൽക്കുന്ന അബ്ദുറഹ്മാൻ സാഹിബിനെതിരായി ആദ്യം രംഗത്തെത്തിയത് മലബാറിൽ മുസ്ലിം ലീഗ് ആയിരുന്നില്ലേ? താങ്കൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുപോലൊരു ചുവടുവയ്പ്പാണ് ഇവിടെ ഇപ്പോൾ നടത്തുന്നത് ജമാഅത്ത് ഇസ്ലാമുമായി. അതെ 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 അബ്ദുറഹ്മാൻ സാഹിബിനെ അജിം സാദ് ഓർമ്മിപ്പിച്ചത് നന്നായി. ഞാനിപ്പോ നിങ്ങളോട് സംസാരിക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ കൊടിയത്തൂർ എന്ന ഗ്രാമത്തിൽ നിന്നാണ്, മുക്കത്തിനടുത്ത് തിരുവമ്പാടി മണ്ഡലത്തില്. എന്റെ ഗ്രാമത്തിൽ വെച്ച് പ്രസംഗിച്ച് തിരിച്ചു പോകുമ്പോഴാണ് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് മരിച്ചുപോയിട്ടുള്ളത്. അത് പക്ഷേ അദ്ദേഹത്തിന്റെ ജീവചരിത്രം അറിയാവുന്ന പലരും പറയാതെ പോകുന്ന ഒരു കാര്യമുണ്ട്. അദ്ദേഹം KPCCയുടെ പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് EMS സെക്രട്ടറി ആയിരുന്നു. എന്റെ വിഷയം അതല്ല. അദ്ദേഹം സുഭാഷ് ചന്ദ്രബോസിനെ കണ്ട് അതിനുശേഷം ഫോർവേഡ് ബ്ലോക്ക് രൂപീകരിച്ച് ഫോർവേഡ് ബ്ലോക്കിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയതിന്റെ പേരിലാണ് അദ്ദേഹം അവസാനമായി അറസ്റ്റ് ചെയ്യപ്പെട്ടതും 4 വർഷക്കാലത്തോളം ജയിലിൽ താമസിച്ചതും. ആ ജയിൽ മോചനം കഴിഞ്ഞ് എന്റെ നാടായ കൊടിയത്തൂരിലേക്ക് വന്നപ്പോ അന്നത്തെ മുസ്ലിം ലീഗ് അദ്ദേഹത്തെ വിളിച്ചത് കാഫർ എന്നാണ്. കാഫർ പിന്നെ എന്നൊരു മുദ്രാവാക്യമുണ്ട്. പിന്നെ പോട് മജ്ലിസെ ബദ്ധശത്രു മജ്ലിസെ 10 കോടി മുസ്ലിമിന്റെ ശത്രുവായ മജ്ലിസെ എന്നാ വിളിച്ചത്. അത് മുസ്ലിം ലീഗിന്റെ സ്ഥിരമായിട്ടുള്ള ഒരു രാഷ്ട്രീയ തന്ത്രമാണ്. അവരെ എതിർക്കുന്നവരെയൊക്കെ കാഫറാക്കുക. ഇപ്പൊ കാഫർ വിവാദമൊക്കെ നമ്മുടെ നാട്ടില് ഒരുപാടുണ്ടല്ലോ. മലബാറിലെ മുസ്ലിങ്ങൾ ഇതര പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവർ, ഏത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ മാത്രമല്ല മുസ്ലിം ലീഗിനെ എതിർക്കുന്ന പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവരൊക്കെ കാഫർ എന്ന് വിളിക്കുന്നവരും കൂടിയാണ് മുസ്ലിം ലീഗ്. ഞാൻ മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയം മാത്രം പറഞ്ഞു പോവില്ല. ആ മുസ്ലിം ലീഗ് എന്തൊക്കെ പറഞ്ഞാലും അതിനൊരു മതേതര ബോധം പൊതുവെ ഉണ്ടായിരുന്നു. ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവരുടെ കൂടെയാണ് ഇപ്പൊ ആര് വന്നിട്ടുള്ളത്? ജമാഅത്തെ ഇസ്ലാമി വന്നിട്ടുള്ളത്. അതില് മറ്റൊരു രാഷ്ട്രീയം എന്ന് പറയുന്നത് മുസ്ലിം ലീഗിന്റെ പിന്നിൽ അണിനിരന്നതിൽ മഹാഭൂരിപക്ഷവും സുന്നികളായിരുന്നു. സൂഫി മത ആചാരമാണ് പൊതുവെ സുന്നികൾക്ക് ഉണ്ടാവുക. അപ്പൊ നമുക്കറിയാം, പിന്നെ സൂഫി ആചാരം എന്ന് പറഞ്ഞാൽ അതൊരു മതസൗഹാർദ്ദത്തിന്റെ പ്രതീകം കൂടിയാണ്. ബ്രിട്ടീഷുകാർ മലപ്പുറം നേർച്ച നിരോധിച്ചിരുന്നു 1921. കാരണം ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരുമിച്ച് കൂടാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്കറിയാം വർത്തമാന കാലത്ത് മലബാറിലെ ഒരു പ്രധാന നേർച്ചയാണ് കുണ്ടോട്ടി നേർച്ച. ആ കുണ്ടോട്ടി നേർച്ച അവസാനിക്കുന്നെങ്കിൽ തട്ടാന്മാര് സ്വർണ്ണം ഉണ്ടാക്കുന്ന ആളുകൾ, അങ്ങനെയാണ് മലബാറിൽ പറയാം. അവിടേക്ക് എങ്ങനെയാ പറയുന്നത് കണ്ടൂടാ. അവരുടെ ഒരു പെട്ടി വരവ് വരണം. ആ വരവ് വരുമ്പോഴാണ് അവസാനിക്കുക. അങ്ങനെയുണ്ട്. ഇപ്പൊ നമ്മൾ നോക്ക്, ഒരു ഭരണവും ഇല്ലാത്ത പിന്നെ ഒരു പ്രദേശമാണ് യമൻ. അവിടെ തീവ്രവാദ പ്രവർത്തനങ്ങളും ആഭ്യന്തര യുദ്ധങ്ങളും കലഹങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന, അവിടെ നിമിഷപ്രിയ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ ജീവൻ അപകടത്തിലായപ്പോ സൂഫി ഭര്യനായ കേരളത്തിൽ നിന്ന് AP അബൂബക്കർ മുസ്ലിയാർ, അവിടെയുള്ള സൂഫി പാരമ്പര്യമുള്ള ഒരു പണ്ഡിതനുമായി ബന്ധപ്പെട്ടിട്ടാണ് അതിന്റെ ജീവൻ രക്ഷപ്പെടുത്താൻ കഴിയും. ആ സുന്നി വിഭാഗമാണ് കേരളത്തിലെ മുസ്ലിങ്ങളിൽ ഏകദേശം 70-75% വരുന്നത്. അവർ കഠിനമായി എതിർക്കുന്ന വിഭാഗമാണ് ജമാഅത്തെ ഇസ്ലാമി. കാരണം മുസ്ലിം മതാചാര്യവുമായിട്ടല്ല ജമാഅത്തെ ഇസ്ലാമിക്ക് ബന്ധമുള്ളത്. അവർ മതരാഷ്ട്രവാദികളാണ്. ഇപ്പൊ നിങ്ങൾ നോക്ക്, ഈ മതരാഷ്ട്രവാദത്തിന്റെ വക്താവായ മൗദൂദി ജനിച്ചത് പിന്നെ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ലാഹോറിൽ, പിന്നീട് പാകിസ്ഥാൻ. അദ്ദേഹം പാകിസ്ഥാനിൽ പോയല്ലോ. മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണല്ലോ പാകിസ്ഥാൻ. ആ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമുള്ള പാകിസ്ഥാനിൽ ഒരു മുസ്ലിം രാഷ്ട്രം ഉണ്ടാക്കാൻ മൗദൂദിക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ആ മതത്തിന്റെ പേരിൽ ഒരു രാജ്യം നിൽക്കുകയാണെങ്കിൽ ജമാഅത്ത് ഇസ്ലാമി മതരാഷ്ട്രവാദം ഉന്നയിക്കുന്നു, RSS മതരാഷ്ട്രവാദം ഉന്നയിക്കുന്നു. മതത്തിന്റെ പേരിൽ ഒരു രാജ്യം നിലനിൽക്കുമെങ്കിൽ എന്തുകൊണ്ട് 47 ഉണ്ടായ പാകിസ്ഥാൻ 2 പാകിസ്ഥാനായി മാറി? അതെ, ബംഗ്ലാദേശായി മാറി. വളരെ വളരെ ശരിയായ ചോദ്യമാണ്. നാസർ കൊളായി, ദയവായി തുടരും.